എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. SLC റിസൾട്ട് അങ്ങനെ വന്നു. ഇനിയിപ്പോൾ +1 അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾക്കായുള്ള പ്രോസ്പെക്ടസ് 2024-25 അധ്യയന വർഷത്തേക്കുള്ള സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ അഡ്മിഷൻ ഫോർ +1 കോഴ്സസ് പ്രോസ്പെക്ടസ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ ഏതായാലും സന്തോഷ വാർത്തയാണ്. ഡേറ്റൊക്കെ വന്നു. അപേക്ഷ ഉടൻ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി പ്രോസ്പെക്ടസ് നോക്കി നിങ്ങൾക്ക് വായിച്ചു തന്ന് നിങ്ങളെ മനസ്സിലാക്കിയിട്ടേ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയുള്ളൂ. കുറച്ച് ടൈം നീണ്ടുപോകും. പക്ഷേ +1 അലോട്ട്മെൻറ്റാണ്. അപേക്ഷയിൽ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റ് നഷ്ടമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം മുഴുവൻ ഡീറ്റെയിൽസും കേൾക്കുക. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി 100 വിദ്യാർത്ഥികൾ വീഡിയോ കണ്ടാൽ 10 വിദ്യാർത്ഥികൾ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. പ്രോസ്പെക്ടസ് 2024-25 സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ അഡ്മിഷൻ ടു +1 കോഴ്സസ് ഹയർ സെക്കൻഡറി. ഹയർ സെക്കൻഡറി പ്രവേശനം 2024-25. ആദ്യം വായിക്കാം, എന്നിട്ടത് ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പ്രവേശിക്കാനുള്ള യോഗ്യത ആദ്യം നമ്മൾ നോക്കുന്നത് SSLC, കേരള സിലബസ്, CBSE, ICSE, HSSLC തുടങ്ങിയ സ്കീമുകളിൽ ഔപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് 10 years വിത്ത് നിയർലി 200 അക്കാദമിക് ഡേയ്സ് ഫോർ ഈച്ച് ക്ലാസ് എലോങ് വിത്ത് കണ്ടിന്യൂസ് ഇവല്യൂഷൻ ആൻഡ് എക്സ്ട്രാ സർക്കുലസ് ആക്ടിവിറ്റീസ്. പരീക്ഷ വിജയിച്ചവർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും SLCക്ക് വിജയിച്ചവർക്കും SLCക്ക് തുല്യമായ പരീക്ഷ ഔപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ വിജയിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. SLC ആണ് ഇതിന് യോഗ്യത എന്ന് പറയുന്നത് കേട്ടോ. SLC വിജയിച്ചവർക്കെല്ലാം ഇതിനായി അപേക്ഷ സമർപ്പിക്കാം. പൊതുപരീക്ഷയിലെ ഓരോ പേപ്പറിനും കുറഞ്ഞത് D+ ഗ്രേഡിന് തത്തുല്യമായ മാർക്ക് വാങ്ങി ഉന്നത പഠനത്തിന് യോഗ്യത നേടിയിരിക്കണം. D+ന് മുകളെ മാർക്കുണ്ടായിരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഗ്രേഡിംഗ് രീതിയിലുള്ള മൂല്യനിർണ്ണയം നിലവിലില്ലാത്ത മറ്റ് സ്കീമുകളിൽ പരീക്ഷ എഴുതിയവരുടെയും മാർക്കുകൾ അപേക്ഷകർ വിവിധ വിഷയങ്ങളുടെ ഓരോ പേപ്പറിനും അതാത് ബോർഡുകൾ നിശ്ചയിച്ചിട്ടുള്ള വിജയിക്കാനാവശ്യമായ മിനിമം മാർക്ക് നേടിയിരിക്കണം. CBSEയുടെ 10ാം ക്ലാസ് CBSEയുടെ ബോർഡ് തല പരീക്ഷയിൽ പങ്കെടുക്കേണ്ടതാണെന്ന് 20/9/2009 സർക്കുലർ നമ്പർ 39 മുഖേന CBSE തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. കണക്കിലെടുത്ത ഈ പരീക്ഷയിൽ യോഗ്യത നേടിയവരെ മാത്രമേ ഏകജാലക പ്രവേശന സമ്പ്രദായത്തിൽ മുഖ്യ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. 2018 മാർച്ചിന് മുമ്പ് CBSE സ്കൂൾ ബോർഡ് തല പരീക്ഷ നിലവിൽ ഉണ്ടായിരുന്ന വർഷങ്ങളിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ 50 രൂപ മുദ്രപത്രത്തിൽ അനുബന്ധം 9 സത്യവാങ്മൂലം മുഖ്യ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഒഴിവുകളിൽ പരിഗണിക്കുന്നതാണ്. മറ്റ് ബോർഡുകളിൽ നിന്ന് പ്രവേശനത്തിന് അപേക്ഷിക്കുന്നവർ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 10/1/2019 സർക്കുലർ നമ്പർ 3/2019 മുഖേന CBSE തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള കണക്കിലെടുത്ത് മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് അത് കുറേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമുക്ക് അപേക്ഷ ഡേറ്റ് തുടങ്ങുന്ന എപ്പോഴാണെന്നാണ് ഇനി നോക്കേണ്ടത് കേട്ടോ. അത് ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കുലർ എടുത്ത് വായിച്ച് നോക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് തുറക്കുക. ശേഷം വ്യൂ പ്രോസ്പെക്ടസ് എന്നൊരു ഓപ്ഷൻ അതിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നമുക്കതിൻ്റെ മുഖ്യഘട്ട ഡേറ്റ് നോക്കാം. പ്രവേശന ഷെഡ്യൂൾ. മെറിറ്റ് കോട്ടയാണ് ഗവൺമെൻറ് സീറ്റിലേക്കുള്ള പ്രവേശനം.
അതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷ സമർപ്പണം തുടങ്ങുന്ന തീയതി 16/5/2024. ഈ മാസം 16-ാം തീയതിയാണ് അപേക്ഷ ആരംഭിക്കുന്നത്. ഓൺലൈൻ അപേക്ഷ സമർപ്പണം അവസാനിക്കുന്നത് 25-നാണ്. 16-ാം തീയതി അപേക്ഷ തുടങ്ങി 25-ാം തീയതി അപേക്ഷ അവസാനിക്കുന്ന രീതിയിലാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് 29/5/2024 പ്രസിദ്ധീകരിക്കും. 29/5 കേട്ടോ, 29-ാം തീയതി, ഈ മാസം 29-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അന്നേരം എന്തെങ്കിലും രീതിയിൽ തെറ്റു വന്ന വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ അവസരം കിട്ടും. മുഖ്യ അലോട്ട്മെൻറ്റ് ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 5/6/2024. ജൂൺ 5-ന് ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അതായത് മുഖ്യഘട്ട അലോട്ട്മെൻറ്റിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും? ജൂൺ 5-ന് പ്രസിദ്ധീകരിക്കും. മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് അവസാനിക്കുന്ന തീയതി 19/6/2024. ജൂൺ മാസം 19-ാം തീയതി മുഖ്യഘട്ട അലോട്ട്മെൻ്റ് എല്ലാം അവസാനിക്കും. +1-ൻ്റെ ക്ലാസ്സുകൾ എന്ത് ചെയ്യും? 24/6/2024, 26/4/2024 വരെ എന്ത് ചെയ്യും? 24/6/2024 ക്ലാസ്സുകൾ ആരംഭിക്കും. ജൂൺ 24-ന് +1-ൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കും. ഇനി സപ്ലിമെൻ്ററി ഘട്ടമാണ്. 2/7/2024 മുതൽ, അത് ജൂലൈ 2 മുതൽ 31/7/2024 വരെ, ജൂലൈ 2 മുതൽ 31 വരെയാണ് ജൂലൈ മാസത്തിൽ സപ്ലിമെൻ്ററി ഘട്ടം ഉണ്ടായിരിക്കുക. അഡ്മിഷൻ അവസാനിക്കാനുള്ള തീയതി 31/7/2024. ജൂലൈ 31-ാം തീയതി +1-ൻ്റെ അപേക്ഷ എന്ത് ചെയ്യും? അവസാനിപ്പിക്കും. ഇനി പ്രവേശന ഷെഡ്യൂൾ സ്പോർട്സ് കോട്ട അഡ്മിഷൻ വായിച്ചുതരാം. മുഖ്യഘട്ടം സ്പോർട്സ് മികവ് രജിസ്ട്രേഷനും വേരിഫിക്കേഷനും 21/5/2024 മുതൽ 29/6/2024 വരെ, ഈ മാസം 21 മുതൽ 29 വരെയാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ടത് തീയതി 22/5/2024. ഈ മാസം 22-ന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30-ആണ്. ഈ മാസം 30-ആണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. സ്പോർട്സ് കോട്ട മുഖ്യഘട്ട 1-ാം അലോട്ട്മെൻറ്റ് 5-ാം തീയതി പ്രസിദ്ധീകരിക്കും. ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെയാണ് സ്പോർട്സ് കോട്ടയിലെ 1-ാം അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നത്. സ്പോർട്സ് കോട്ട മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് തീയതി 19/6/2024. മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് തീയതി. ഇനി സപ്ലിമെൻ്ററി ഘട്ടം സ്പോർട്സ് മികവ് രജിസ്ട്രേഷനും വേരിഫിക്കേഷനും സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് കേട്ടോ. മെറിറ്റ് കോട്ടയുടെ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ മുമ്പേ. 21/6/2024, അടുത്ത മാസം 21-ന് ആരംഭിച്ച് 25 വരെ ആണ് സപ്ലിമെൻ്ററി ഘട്ടം നടക്കുക സ്പോർട്സ് കോട്ടയുടെ. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ടത് 22/6, അടുത്ത മാസം 22-നാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 26. സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് തീയതി 28. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് തീയതി പ്രസിദ്ധീകരിക്കുന്നത്. സ്പോർട്സ് കോട്ട അവസാന പ്രവേശന തീയതി 1/7/2024, 1-ാം തീയതി അവസാനിക്കും. ജൂലൈ. ഒന്ന് 7/2024 സ്പോർട്സ് കോട്ട പ്രവേശനം പൂർത്തീകരിച്ച ശേഷം ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളിൽ പൊതു മെറിറ്റ് സീറ്റായി പരിവർത്തനം ചെയ്ത് 1-ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള ഒഴിവിനൊപ്പം പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇനി കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോസ്പെക്ടസ് ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. 30 പേജോളം ഉണ്ട്. 30 പേജുള്ള PDF ആണിത്. ഇത് വായിച്ചു നോക്കാനാണ് ഒരുപാടുണ്ട്. അതാണ് പ്രശ്നം. പക്ഷേ ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ചിരുന്നത്, മെയിനായിട്ടുള്ള ഡേറ്റുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപേക്ഷ ആരംഭിക്കുന്നത്, അവസാനിക്കുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ്, എഡിറ്റിങ്, കാര്യങ്ങളെല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം. അപ്പോൾ അപേക്ഷ നൽകുക. ഈ മാസം 16-നാണ് അപേക്ഷ ആരംഭിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് വായിച്ചു നോക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ
hscap.kerala.gov.in hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം എന്ത് ചെയ്യുക, വ്യൂ പ്രോസ്പെക്ടസ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക. വായിച്ച് നോക്കിക്കോളുക കേട്ടോ. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട വിധം അതും കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതെങ്ങനെയല്ല അറിയണ്ടേ. പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലാണ് പ്രവേശന നടപടികൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ അഡ്മിഷൻ വെബ്സൈറ്റ് ഗേറ്റ്വേ ആയി www.admission.dge.kerala.gov.in ഇലെ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്നതിലൂടെ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കുന്നതാണ്. ഇത്തരത്തിൽ മൊബൈൽ OTPയിലൂടെ സുരക്ഷിതമായ പാസ്വേഡ് നൽകി സൃഷ്ടിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ആയിരിക്കും അപേക്ഷാ സമർപ്പണം. തുടർന്ന് പ്രവേശന പ്രവർത്തനങ്ങളും അപേക്ഷാർത്ഥികൾ നടത്തേണ്ടത്. അപേക്ഷാ സമർപ്പണം, അപേക്ഷാ വിവരങ്ങൾ പരിശോധന, ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധന, ഓപ്ഷൻ പുനർക്രമീകരണം, അലോട്ട്മെൻറ്റുകളുടെ പരിശോധന, പ്രവേശനത്തിന് വേണ്ടിയുള്ള രേഖകൾ സമർപ്പിക്കൽ, ഫീസ് അടയ്ക്കൽ തുടങ്ങിയ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും കാൻഡിഡേറ്റ് ലോഗിനിലൂടെ അപേക്ഷകർ നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾക്കൊരു കാൻഡിഡേറ്റ് ലോഗിനും പാസ്വേഡ്, ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അക്ഷയയിലായിക്കോട്ടെ, നിങ്ങൾ സ്കൂളിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും തീർച്ചയായും എഴുതി വെക്കുക. മൊബൈൽ നമ്പറിലൊക്കെ OTP വരേണ്ട ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന മൊബൈൽ നമ്പർ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ നൽകുക. ഇത് കുട്ടിക്കളിയല്ലെന്ന് ഓർമ്മ വേണം കേട്ടോ. കുറ്റം പറഞ്ഞല്ല കേട്ടോ, നിങ്ങൾ കുട്ടിക്കളിയല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. കാരണം എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഗവൺമെൻറ് സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാകും. അത് ഓർത്തിരിക്കുക കേട്ടോ. കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ അപേക്ഷകർക്ക് സ്വന്തമായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 10ാം തരം പഠന സ്കീം അതേഴ്സ് ആയിട്ടുള്ളവർ മാർക്ക് ലിസ്റ്റോ സർട്ടിഫിക്കറ്റോ തുല്യതാ സർട്ടിഫിക്കറ്റോ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്കാൻ ചെയ്ത് കോപ്പി ഫയൽ ഇൻ PDF ഫോർമാറ്റ് ആൻഡ് സൈസ് ബിലോ 100 KB അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. ഭിന്നശേഷി വിഭാഗത്തിൽ പ്രത്യേക പരിഗണനയ്ക്ക് അർഹരായവർ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത വ്യക്തതയുള്ള കോപ്പി ഫയൽ ഇൻ PDF ഫോർമാറ്റ് ആൻഡ് സൈസ് ബിലോ 100 KB അപ്ലോഡ് ചെയ്യണം. മറ്റ് അപേക്ഷകർ അപേക്ഷയോടൊപ്പം യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അപേക്ഷകർ സമർപ്പിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷകൾ അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുക. അക്കാരണങ്ങൾ തന്നെ അപേക്ഷയിൽ സമർപ്പിക്കുന്ന വിവരങ്ങൾ കൃത്യതയോടെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായും അപേക്ഷയിൽ തെറ്റ് വരാൻ പാടില്ല. തെറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു ഗവൺമെൻറ് സീറ്റ് നഷ്ടപ്പെടും. ഫോൺ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ കൊടുക്കുക. അപ്പം മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു. ഡേറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്ക് ഞാൻ തീർച്ചയായും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരുമേ കാണാം. അതുവരേക്കും ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കണ്ടാൽ 10 പേർ പോലും ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവർക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരുമേ കാണുന്നവരെല്ലാ ഫ്രണ്ട്സിനും ബൈ.